ബീഫ് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് ഇഞ്ചി നമുക്ക് ബീഫ് നമുക്ക് വേവിച്ചെടുക്കുമ്പോൾ വേണം. ബാക്കിയുള്ളത് ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവോള ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാനിവിടെ ഉണക്കമുളക് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ ഒരു സവോള കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഇനി നമുക്ക് ബീഫ് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ബീഫ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് ചേർക്കാം, കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ ബീഫ് വളരെ വേവ് കുറവുള്ള ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഞാൻ ചേർക്കണുള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് വറുത്തെടുക്കുക. ഇനി ബീഫ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഈ ചൂടായ എണ്ണയിലേക്ക് സവോള ചേർക്കാം, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക, ഇഞ്ചി ചതച്ചത് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൊരിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണം ഉണക്കമുളക് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണം ബീഫ് ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നും നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ മൊരിച്ചെടുക്കരുത്. നമ്മളെല്ലാം നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് മൊരിച്ചെടുക്കുന്നത്. ഈ ഉണക്കമുളകൊക്കെ പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണം ബീഫ് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബീഫ് ഒന്ന് വറുത്തെടുക്കാം. ഈ ബീഫ് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പോൾ ബീഫ് ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നത്. ബീഫ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫ് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം ചേർത്ത സവോള നമ്മൾ മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സവോള ഇതിനകത്തൊരു നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം.